ഒരു പുരുഷന്റെ വളർച്ചയിൽ ഒരു സ്ത്രീ പിറകിലുണ്ടാകും എന്ന് വിവേകാനന്ദന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ താങ്കളുടെ കുടുംബജീവിതത്തെ അത്തരത്തിലൊന്ന് വിലയിരുത്താം. ഒരു വീട്ടിൻ്റെ ഐശ്വര്യം വൈഫാണ് മഹാലക്ഷ്മി എന്നാണ് പറയുന്നത്. എല്ലാം കൊണ്ട് ഫാമിലി ഒന്നായില്ലെങ്കിൽ സ്വസ്ഥ ഉണ്ടാവും. ഒരു വൈഫ് വന്നായില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ഒരു വീട്ടിൻ്റെ വിളക്കാണ് വൈഫ്, ഫാമിലി. അപ്പോൾ ഫാമിലി സ്നേഹിക്കാതാണ് മൊത്തം. അപ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഞാൻ എന്നും മിക്കവാറും ദിവസം യാത്രയാണ്. ഒരു മാസം 20 ദിവസം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ബിസിനസ് യാത്രയാണ്. വൈഫാണ് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം മൊത്തം നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്. അപ്പം വൈഫ് ഉണ്ടായത് എൻ്റെ 75% തലവേദന ഈ വീട്ടിലുള്ള കാര്യങ്ങൾ വൈഫ് നടക്കുന്നു. അതുപോലെ നാട്ടിലെ എനിക്ക് പല ബിസിനസ്സുകളുണ്ട്, ഹോസ്പിറ്റലിലെ ബിസിനസ്സുണ്ട്, നേഴ്സിംഗ് കോളേജുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വൈഫാണ്. ഒരു 50 to 60% എന്നെ ബിസിനസ് രംഗത്തും വൈഫ് സഹായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടായെന്ന് പറയുന്നത് സത്യമായിരിക്കും. മകനിപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ദുബായി പഠിക്കുകയാണ്. മോള് 11th ഇന്ത്യ സ്കൂളിൽ പഠിക്കുകയാണ്. 2 മക്കൾ. അവർ സന്തോഷമാണ്. ഞങ്ങൾ ഇതുവരെയുള്ള ജീവിതം. ഞങ്ങൾ ആൽഫാഡോറിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഈശ്വരവിശ്വാസികളാണ്. ഞങ്ങളെല്ലാ കുടുംബമെല്ലാം ഞങ്ങളാ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും നാട്ടുകാർക്കും ലോകത്തെല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഗുട്ടൻബർഗ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൃത്യമായ ഒരു ചിട്ടയോടെ ജീവിതത്തെയും ബിസിനസ്സിനെയും കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒഴിവ് സമയം കണ്ടെത്തുന്നുണ്ടാവും. ഈ ഒഴിവ് സമയങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈശ്വരൻ പൈസ തന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് റെസ്റ്റ് എന്ന് പറയുന്നത് ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. സത്യം ഇതാണ്. പല മീറ്റിങ്ങുകളാണ്. ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം ഓരോ ബിസിനസ് വെച്ചുള്ള മീറ്റിങ്ങും ആണ്. എൻ്റെ ഉദ്ദേശം കൂടുതൽ ആൾക്കാർ എന്നാൽ കഴിഞ്ഞ് എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുമോ അതാണ്. പിന്നെ റെസ്റ്റാണ് കിട്ടുന്നത് വെച്ചാൽ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. ഇപ്പം സ്റ്റേഷനിൽ പോയാൽ 10-12 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റും. ജപ്പാനിൽ പോയാൽ 14 മണിക്കൂർ. ആ സമയത്ത് മാത്രമാണ് ബുക്സ് വായനയാണ് ഒരു മെയിൻ ഇതുള്ളത്. പിന്നെ ചില ഫിലിം കാണും. ഫിലിം തിയേറ്ററിൽ പോകുന്നില്ല, ഇപ്പോൾ കാസറ്റ് വായിച്ചാണ് കാണുന്നത്. കോളേജ് പഠിക്കുമ്പോൾ സിനിമ അന്ന് ഈ പുതിയ റിലീസ് ചെയ്യുന്ന പടങ്ങളൊന്ന് കാണുമായിരുന്നു. പടത്തോട് കമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് ഒരു പടം പിടിക്കുകയും ചെയ്യുന്നു. അത് പിന്നെ അവിടെ നിർത്തി. നാസർ അൽ ഹജരി കോർപ്പറേഷൻ എന്ന താങ്കളുടെ കമ്പനി ഇന്ത്യക്ക് വെളിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന കമ്പനിയാണ്. ഇനിയും ഇന്ത്യക്കാർക്ക് ഈ കമ്പനിയിലേക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമോ? ഞാൻ ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ ആരെങ്കിലും ജോലി ആവശ്യമുണ്ടെങ്കിൽ 6000 ആൾക്കാരെ 6 മാസത്തിനകം ജോലി കൊടുക്കാം. അവർക്ക് മിനിമം 10 വർഷം ജോലി ഗ്യാരണ്ടി കൊടുക്കാം. സൗദി അറേബ്യയിലും ഖത്തറിലും ടെക്നിക്കൽ കാറ്ററി എന്ത് ആൾക്കാരും എഞ്ചിനീയേഴ്സ് ഫ്രഷ് ആയാലും ജോലി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് ആർക്ക് വേണമെങ്കിലും നാളെ മുതൽ ജോലി കൊടുക്കാം. ഇപ്പോൾ ഫ്ലോറ്റ് പ്രശ്നമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇന്ത്യൻ വിസ കിട്ടാൻ ഗൾഫിൽ വളരെ പ്രയാസമാണ്. പൊളിറ്റിക്കൽ അനുസരിച്ച് ഒരു 1/20% മാത്രമേ ഈ ഇന്ത്യൻ വിസ കൊടുക്കാറുള്ളൂ. ഞങ്ങളുടെ റോയൽ ഫാമിലിയുടെ കണക്ഷൻ അനുസരിച്ചും എൻ്റെ സ്പോൺസർ നാസർ അൽ ഹജരിയുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ വിസ കിട്ടുന്നത്. ഇന്ത്യൻ വ്യവസായ ചരിത്രത്തിൽ രവി പിള്ളയെ എങ്ങനെ രേഖപ്പെടുത്തി കാണാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനൊന്നുമില്ല. എനിക്ക് പ്രത്യേക അവരൊന്നുമില്ല. നമ്മളാ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്താൽ അതിന് നമ്മളൊരു പ്രതീക്ഷയുള്ളതൊന്നും ചെയ്യുന്നത്. നമ്മളാ ചെയ്യുന്ന സഹായങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ചെയ്യുക, ഇത് മാത്രമാണ് എൻ്റെ താല്പര്യം. നമ്മളിവിടെ ജോലി ചെയ്താലും ആ രാജ്യത്തെ നിയമം തീർച്ചയായും പാലിക്കുക. നമ്മൾ സൗദി ആണെങ്കിൽ സൗദി, ബേറലാണെങ്കിൽ ബേറൽ നിയമം പാലിക്കുക. ചെയ്യുന്ന കമ്പനിയോട് കൂറ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരൻ ആരായാലും, ഒരു വർക്കേഴ്സായാലും ജനറൽ മാനേജരായാലും ഇന്ത്യനായിട്ടേ പറയത്തുള്ളൂ. ഇപ്പം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെല്ലാം ദൂഷിച്ച പേരുണ്ടാകും. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മാന്യത കീപ്പ് ചെയ്യുക, അതാണ് മെയിൻ ചെയ്യേണ്ടത്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിന് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. മനസ്സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മനസ്സമാധാനം കിട്ടുന്നത്? എനിക്ക് മനസ്സമാധാനമുണ്ട്. ഞാൻ ഏറ്റവും വലിയ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ നല്ല മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മളെല്ലാം ചെയ്യുന്നു, നമ്മളെല്ലാം ഒരാൾ നോക്കുന്നുണ്ട്. ഒരു ഈശ്വരനുണ്ട്, നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈശ്വരൻ നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അതുകൊണ്ട് മനസ്സമാധാനം കുറവില്ല. ചാരിറ്റി ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു മാസം മിനിമം 4 to 5 lakhs rupees പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മിനിമം 5 to 10 crores rupees ഞാൻ എൻ്റെ മരിച്ചതിന് ഒരു ഇതുണ്ടാക്കുന്നു, റോയൽറ്റിക്ക് വേണ്ടി മാത്രം. ഞാൻ ഒരു ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞു. നല്ല കെട്ടിടം പണിച്ചിട്ട് 10-40 കുട്ടികളെ താമസിച്ച് പഠിപ്പിക്കണം, അതാണ് ആഗ്രഹം. ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞു. പലരും സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടി 2-3 കൊല്ലത്തിനകത്ത് ഞാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മരിച്ചാൽ അതാണ് ഒരു 10 കോടി രൂപ ബാങ്ക് ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നടന്നു പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള നടന്നു വരികയാണ്. ഇപ്പോൾ ഞാൻ പൈസ നശിപ്പിച്ചു കഴിഞ്ഞു.
ഈ നമ്മൾ വരുമ്പോൾ മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകും, നമ്മളാ ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യുക. ഇതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. എന്നെ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ നോന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. എൻ്റെ വൈഫും എന്നെ കാട്ടിൽക്കാരനെയാണ്.